നമ്മൾ സൂര്യനേക്കാൾ വലിയ നക്ഷത്രമുള്ളത് നമുക്കറിയാം. രാത്രി നോക്കുമ്പോൾ ലക്ഷക്കണക്കിലുള്ള നക്ഷത്രങ്ങൾ കാണും. പക്ഷെ ഇതെല്ലാം ഇങ്ങനെ ഉണ്ടായി ഇനി നശിക്കുകയോ അല്ലെങ്കിൽ ഇങ്ങനെ കത്തി തന്നെ നിൽക്കുകയോ? നക്ഷത്രങ്ങൾ എന്താണ് എന്നെപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അറിയാമോ നമുക്ക്? വരും, നമുക്ക് നോക്കിയാലോ. ഹായ് ഓൾ, യോവേഴ്സ് അക്കാഡമി മൾട്ടിവീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ മോനിഷ്. എന്താണ് സ്റ്റാർസ്? നമുക്കറിയാം, രാത്രി നമുക്ക് നോക്കിയാൽ ചെറിയ പൊട്ട് പോലെ കാണാൻ പറ്റുന്ന കുറേ അധികം നക്ഷത്രങ്ങളുണ്ട്. നിങ്ങൾക്കറിയാമോ, നാസയുടെ ഒരു പഠനം അനുസരിച്ചിട്ട് 1 സെപ്റ്റിലിയൻ സ്റ്റാർസ് ആണ് നമ്മുടെ യൂണിവേഴ്സിൽ. 1 സെപ്റ്റിലിയൻ എന്ന് പറഞ്ഞാൽ 1 പിന്നെ 24 പൂജ്യം കൂടെ വരുന്നതാണ് 1 സെപ്റ്റിലിയൻ. അത്രയും സ്റ്റാർസ് ഉണ്ടെന്നാണ് പറയുന്നത്, അത്രയും നക്ഷത്രങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. പക്ഷെ നമ്മൾ ഈ രാത്രി കാണുമ്പോൾ എങ്ങനെയാ കാണുന്നത്? ചെറിയൊരു പൊട്ട് പോലെ അല്ലേ? പക്ഷെ പൊട്ട് പോലെയാണോ? അല്ല. നമുക്ക് ദൂരെ നിന്ന് കാണുമ്പോൾ പൊട്ടുപോലെ തോന്നുന്നതാണ്. നക്ഷത്രങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഹൈഡ്രജനും ഹീലിയവും നിറഞ്ഞുള്ള ഗ്യാസസ് ഉള്ള കത്തുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് നമ്മൾ ആകാശത്തിൽ. അത് സ്ഫിയർ ആയിട്ട് ഇരിക്കുന്നതേ ഉള്ളൂ. അതായത് നമ്മൾ എപ്പോഴും നമുക്കറിയാലോ, ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു ഗ്യാസ്, ആ ഗ്യാസ് കത്തി അല്ലെങ്കിൽ അത് ഫ്യൂവലായിട്ട് നിന്ന് അത് ഹീലിയം ആവുന്ന പ്രോസസ് ആണെന്നാണ് നമ്മളിപ്പോൾ നക്ഷത്രമായിട്ട് കാണുന്നത്. പക്ഷെ ഇതിനൊക്കെ മുമ്പ് എങ്ങനെ ഈ ഹൈഡ്രജൻ വന്നു, എങ്ങനെ ഈ ഹൈഡ്രജൻ ഹീലിയം ആയിട്ട് മാറുന്നു എന്നുള്ളൊരു ചോദ്യം നമുക്ക് വരാം അല്ലെ? നമുക്ക് മനുഷ്യന്റെ ജീവിതം എങ്ങനെയാ നമുക്ക് പറയാൻ പറ്റുന്നത്? മനുഷ്യൻ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. അതേപോലെ നമുക്ക് നക്ഷത്രങ്ങൾക്കും പറയാം. നക്ഷത്രങ്ങൾ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു. ഓക്കെ, അതിന് ജീവനുണ്ടോ? ഇല്ല. ഞാൻ ജസ്റ്റ് മരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് നശിച്ചു പോകുന്നു എന്ന് ഉദ്ദേശിച്ചുള്ളൂ. ജനിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഉണ്ടാകുന്നു എന്ന് പറയുന്നതേ ഉള്ളൂ. അതെങ്ങനെ ജനിക്കുന്നു? ബർത്ത് ഓഫ് ദ സ്റ്റാർ എങ്ങനെയാണ്? ബർത്ത് ഓഫ് ദ സ്റ്റാർ എന്താണ്? ബർത്ത് ഓഫ് ദ സ്റ്റാർ എങ്ങനെയാണ്? നമ്മുടെ സ്പേസിൽ ഗ്യാസസിന്റെ ക്ലൗഡ്സ് ഒക്കെ ഒരുമിച്ച് വന്ന് അത് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം എനർജി ഉണ്ടായി ബേൺ ആയി തുടങ്ങും. അങ്ങനെയാണ് ഒരു പ്രോ സ്റ്റാർ അല്ലെങ്കിൽ ഒരു ബേബി സ്റ്റാർ ഉണ്ടാവുന്നത്. ഒരു ബേബി സ്റ്റാർ, അതായത് ഒരു ഫുള്ളി ഫ്ലെഡ്ജ് നമ്മളിപ്പം കാണുന്ന ഒരു സ്റ്റാർ അല്ല, ബട്ട് ആ സ്റ്റാർസിന്റെ തുടക്കം. അതിൽ നിന്ന് നമ്മുടെ ബർത്ത് കഴിഞ്ഞു, സിമ്പിൾ ആയിട്ട് പറഞ്ഞതാണ്, ബർത്ത് കഴിഞ്ഞു, പിന്നെ നമ്മൾ ലൈഫിലോട്ട് പോയി. അതായത് ആ സ്റ്റാർ എങ്ങനെയാണ് അത് ലൈഫിൽ എങ്ങനെയാണ് കത്തുന്നത്? ഇപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് കാരണം ഒരു കൊളാപ്സ് നടന്നു. ആ കൊളാപ്സിൽ എനർജി ഉണ്ടായി, അത് ബേബി സ്റ്റാറായി. പക്ഷെ അത് കഴിഞ്ഞ് ആ കൊളാപ്സ് കഴിഞ്ഞിട്ട് പിന്നെ കത്തുന്നത് ന്യൂക്ലിയർ ഫ്യൂഷൻ. ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹൈഡ്രജൻ ആറ്റംസ് ഒരുമിച്ച് വന്നു അത് ഹീലിയമായി മാറുന്നു. ഈ ഒരു ചെറിയ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ. ഈ ന്യൂക്ലിയർ ഫ്യൂഷൻ മനുഷ്യൻ ഉണ്ടാക്കാനും ശ്രമിച്ചിട്ടുണ്ട്. നമ്മുടെ 2ാമത്തെ വേൾഡ് വാർ കഴിഞ്ഞിട്ട് പല റിസർച്ചും ഇതിനു വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഹൈഡ്രജൻ ബോംബ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ ഓപ്പൺഹൈമർ സിനിമയിൽ പറയുന്നുണ്ട് ഹൈഡ്രജൻ ബോംബിനെ പറ്റി. നിങ്ങൾ അത് കേട്ടിട്ടുണ്ടായിരിക്കാം. എനിവേ, ആ ഒരു പ്രോസസ് ആണ് ഈ സണ്ണിൽ നടക്കുന്നത്. എങ്ങനെ? 2 ഹൈഡ്രജൻ വന്നു ഹീലിയമായി മാറുന്നത്. ഈ പ്രോസസ് കൊലാപ്സിന്റെ സമയത്താണ് നടന്നത്. അതായത് ഗ്രാവിറ്റി കാരണം ഇത്രയും ക്ലൗഡ്സ് ഇങ്ങനെ കൊലാപ്സ് ആയിക്കൊണ്ടിരുന്നപ്പോൾ ആ കൊലാപ്സിനെ തടുത്തുകൊണ്ട് അല്ലെങ്കിൽ ഗ്രാവിറ്റി താഴോട്ട് അല്ലെങ്കിൽ അകത്തോട്ട് വലിക്കുമ്പോൾ ഈ എനർജി കാരണം, ഈ ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ എനർജി കാരണം അത് പുറത്തോട്ട് വരാൻ തുടങ്ങി. ആ ഒരു ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസ് മറികടന്ന് കത്താൻ തുടങ്ങി. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് സ്ഫിയർ ആയിട്ട് ഇങ്ങനെ ഒരു ഗോളമായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ആ ഒരു ഷേപ്പിൽ അത് വരുന്നത്. ബിക്കോസ് ഇൻവേർട്ടിൽ ഗ്രാവിറ്റി അങ്ങനെ പുള്ള് ചെയ്യും, അതേപോലെ അകത്തുനിന്ന് അടുത്ത എനർജി പുറത്തോട്ട് വരാൻ ശ്രമിക്കും. ഇതൊരു ഇക്വിലിബ്രിയമിലാണ് നടക്കുന്നത്. ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ എന്താണ്? അകത്തോട്ട് ഗ്രാവിറ്റി പുല്ല് ചെയ്യുന്നു, അതേപോലെ അകത്തുനിന്ന് തിരിച്ച് ആ എനർജി പുഷ് ചെയ്യുന്നു. ഇതൊരു ബാലൻസിൽ നടക്കുന്നു. അതുകൊണ്ട് നമുക്ക് സ്ഫിയർ ആയിട്ട് കിട്ടുന്നു. ഇനി ഈ ഒരു അകത്ത് ഈ ഫീൽഡ് ബേൺ ആയിട്ട് വരുന്നു. ഇനി ഞാൻ 3 സ്റ്റെപ്പ് പറഞ്ഞില്ലേ? 1 ജനനം, 2 ലൈഫ്, 3 മരണം അല്ലെങ്കിൽ ഡെത്ത് അല്ലെങ്കിൽ ഡിസ്ട്രക്ഷൻ ഓഫ് എ സ്റ്റാർ. അതെങ്ങനെയാണ് നടക്കുന്നത്? അത് എന്തുകൊണ്ടാണ് നടക്കുന്നത്? ഞാൻ ഈ പറഞ്ഞ ഈ ബർത്ത് 1 ബില്യൺ ഇയേഴ്സ് ആയിരിക്കാം,
പിന്നെ ഈ ലൈഫ് വരുന്നത് ഒരു 100 മില്യൺ ഇയേഴ്സോളം ഇതിങ്ങനെ നിന്ന് കത്തും. അത്രത്തോളം ഫ്യൂൽ അതിനുണ്ട്. ഓക്കെ, ഇനി ഡെത്ത് പറയുന്നതും ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളെ സണ്ണ് പറയുകയാണെങ്കിൽ, നമ്മളെ സണ്ണ് ഇനിയും ഒരു 5 മില്യൺ പകുതിയോളം കത്തിക്കഴിഞ്ഞ് ഇനി പകുതിയോളം ഉണ്ട്. അത് ഇനിയും 5 മില്യൺ ഇയേഴ്സ്, 50 മില്യൺ ഇയേഴ്സ്, 5 മില്യൺ ഇയേഴ്സ് എന്ന് പറയുന്നത് നമ്മളെ നാസ പറയുന്നത്. അപ്പോ ഡെത്ത് എന്തുകൊണ്ടായിരിക്കും നടക്കുന്നത്? നമ്മൾ നേരത്തെ കണ്ടില്ലേ ഇക്വിലിബ്രിയം, അതായത് ഗ്രാവിറ്റി അകത്തോട്ട് വലിക്കുന്നു, അകത്തുള്ള എനർജി പുറത്തോട്ട് വലിക്കുന്നു. പക്ഷേ ഈ അകത്തുള്ള എനർജി ഈ ഹൈഡ്രജൻ ഹീലിയം ആയിക്കൊണ്ടിരിക്കുന്ന പ്രോസസ്സാണ്. നമ്മൾ ഈ പെട്രോൾ തീരുന്ന പോലെ അതിന്റെ ഫ്യൂലും കഴിയും. അപ്പോൾ എങ്ങനെയാവും? എല്ലാ ഹൈഡ്രജനും മാറി 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 ഹീലിയമായി തീരും. അപ്പൊ പിന്നെ അവിടെ ഹൈഡ്രജൻ ഹീലിയം ആവാൻ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. അപ്പൊ ഫ്യൂൽ തീരും. ആ ഫ്യൂൽ തീരുമ്പോ എന്താവും? ഗ്രാവിറ്റി നീ പോയടാ, ഇനി ഇതിനേക്കാൾ പവർ ഞാനാണെന്ന് പറഞ്ഞ് ഗ്രാവിറ്റി അതിനെ ക്രഷ് ചെയ്യും, അതിനെ ചെറുതാക്കും. പക്ഷേ ചെറുതല്ല ആവുന്നത്. രണ്ട് തരം സ്റ്റാർസ് ഉണ്ട്. 2 തരമല്ല, ഞാൻ പറഞ്ഞില്ലേ, സെപ്റ്റില്യൺ സ്റ്റാർസ് ഉണ്ട്. പക്ഷേ ലോവർ മാസും ഹയർ മാസും നിങ്ങൾ വിചാരിച്ചാൽ മതി. നല്ല മാസുള്ള സ്റ്റാർസും നല്ല മാസ് ഇല്ലാത്ത സ്റ്റാർസും. മാസ് ഇല്ലാത്ത സ്റ്റാർസിനെ കുറിച്ച് ആദ്യം ഞാൻ പറയാം. മാസ് ഇല്ലാത്ത സ്റ്റാർസ് കുറെ സമയം എടുക്കും കത്തിത്തീരാൻ. ഓക്കെ, കാരണം അത് ചെറുതാണ്, അതിന് അത്ര ഫ്യൂൽ ആവശ്യമില്ല. നമ്മൾ ഈ മൈലേജ് കൂടിയ വണ്ടി പറഞ്ഞ പോലെ. അപ്പോ നല്ല കുറച്ച് ഫ്യൂല് മതി, ചെറുതാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, ഗ്രാവിറ്റിനെ അകത്തോട്ട് പുള്ള് ചെയ്താലും പുറത്തുള്ള ടെമ്പറേച്ചർ, പ്രഷർ എല്ലാം ഇൻക്രീസ് ആയി അത് വലുതായി വരും. ഫോർ എക്സാമ്പിൾ നമ്മൾ സൺ തന്നെ എടുത്തു. നമ്മളെ സൺ റിലേറ്റീവ്ലി ഒരു ചെറിയ നക്ഷത്രമാണ്. അത് കത്തിത്തീരുമ്പോൾ എങ്ങനെയായിരിക്കും നടക്കുന്നത്? ആദ്യം അതൊരു റെഡ് ജയന്റ് എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സിലോട്ട് പോകും. റെഡ് ജയന്റ്, അതായത് അതിന്റെ റേഡിയസ് കൂടി അതിന്റെ ടെമ്പറേച്ചർ കൂടി നമ്മളെ സൺ, എർത്തിന്റെ അത്രയുള്ള റേഡിയസ് കണക്കുള്ള സണ്ണാവും. അത് കഴിഞ്ഞിട്ടാണ് ഫ്യൂൽ വീണ്ടും തീർന്ന് വീണ്ടും അകത്തോട്ടൊരു കോറിലോട്ട് പോകും. ഗ്രാവിറ്റി വലിക്കും. പിന്നെ ബാക്കിയുള്ള എല്ലാം പോയിട്ട് ജസ്റ്റ് ഒരു കോർ മാത്രം ഉണ്ടാവും. ആ കോറിനെ പറയുന്ന പേരാണ് വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറും. നമ്മളെ സൺ ആദ്യം റെഡ് ജയന്റ് ആവും, പിന്നെ വൈറ്റ് ഡ്വാർഫ് ആയിട്ട് മാറും. ഇനി ഹയർ മാസ് ആയിട്ടുള്ളതും 2 രീതിയിലുണ്ട്. പക്ഷെ ഹയർ മാസ് ആയിട്ടുള്ളത് എന്താണ് ചെയ്യുന്നത്? അത് കത്തി വീണ്ടും അതിൽ ഫ്യൂൽ ഹീലിയം, ബെറിലിയം, ബോറോൺ ആവും, അങ്ങനെ കാർബൺ ആവും, അങ്ങനെ കത്തി അങ്ങനെ ഫ്യൂസായി ഇനിയും കുറച്ച് ബില്യൺ ഇയേഴ്സ് നിന്ന് പക്ഷെ ഇതിലൂടെ എക്സ്പാൻഡ് ആയിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നിന്ന് അയൺ കോർ വരാവും. അതായത് നമ്മുടെ സണ്ണിന്റെ കോർ, ആ ഒരു വലിയ മാസമുള്ള സണ്ണിന്റെ കോർ അയൺ കോറാണ്. ആ അയൺ കോർ ആവുന്ന സമയത്ത് സഡൻ ആയിട്ടുള്ള അതിന്റെ ടെമ്പറേച്ചർ പെട്ടെന്ന് കൂടി നല്ലതായിട്ട് ഒരു സ്ഫോടനം നടക്കും. ആ സ്ഫോടനത്തിന്റെ പറയുന്ന പേരാണ് സൂപ്പർനോവ. നിങ്ങൾക്ക് ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം, സൂപ്പർനോവ. ആ സൂപ്പർനോവ കഴിഞ്ഞിട്ട് വരുന്നത് ചിലപ്പോൾ ഒരു ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ ഒരു ന്യൂട്രോൺ സ്റ്റാർ. എന്താണ് ബ്ലാക്ക് ഹോൾ, എന്താണ് ന്യൂട്രോൺ സ്റ്റാർ? അത് എങ്ങനെയാണ് അത് ഡിഫറൻഷിയേറ്റ് ആവുന്നത്? എന്തുകൊണ്ടാണ് ചിലത് ബ്ലാക്ക് ഹോൾ ആവുന്നത്, ചിലത് ന്യൂട്രോൺ സ്റ്റാർ ആവുന്നത്? അതിന് വേണ്ടിയിട്ടുള്ള ഒരൊറ്റ ആൻസർ ആണ് ചന്ദ്രശേഖർസ് ലിമിറ്റ്. ആ ലിമിറ്റിന്റെ മുകളിലുള്ള എല്ലാ മാസമുള്ള സ്റ്റാർസും ഇറ്റ് ബിക്കംസ് ബ്ലാക്ക് ഹോൾ. പിന്നെ ഈ ബ്ലാക്ക് ഹോളിനെ പറ്റി പറഞ്ഞപ്പോൾ അതിനു മുമ്പ് ഞാൻ സൂപ്പർനോവയെ കുറിച്ച് പറഞ്ഞു. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഈ സ്പ്രെഡായി പോകുന്ന എലിമെന്റ്സ് ആണ് അടുത്ത സണ്ണിന് ബർത്ത് കൊടുക്കുന്നത്, അടുത്ത ക്ലൗഡ് ആയിട്ട് ഫോമായി ബർത്ത് കൊടുക്കുന്നത്. നേരത്തെ പറഞ്ഞില്ലേ, ക്ലൗഡ്സ് ഓഫ് ഗ്യാസസ്. ആ ക്ലൗഡ്സ് ഓഫ് ഗ്യാസസ് സൂപ്പർനോവയിൽ നിന്ന് വരുന്ന ക്ലൗഡ്സ് ഓഫ് ഗ്യാസസ് ആണ്. മനുഷ്യനെ പോലെ തന്നെ ജനിക്കുന്നു, ജീവിക്കുന്നു, മരിക്കുന്നു, അടുത്തയാൾക്ക് വളമായി തീരും. സോ ദിസ് ഇസ് സ്റ്റാർസ്. നക്ഷത്രങ്ങളെ കുറിച്ചുള്ള ബേസിക് ഓവർവ്യൂ നിങ്ങൾക്ക് കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതല്ലാതെ വേറെ എന്തെങ്കിലും ഫീഡ്ബാക്സോ ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ സജഷൻസോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അതേപോലെ മറക്കാതെ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.